എവിടെ പോവാ സയൻ? ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. പിന്നെ വെക്കേഷൻ ടൈമിൽ സയാനെ കൊണ്ട് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊടുപുഴയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ കളമശ്ശേരിയിലുള്ളൊരു പാർക്കിൽ പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വഴി കാണാൻ നല്ല ഭംഗിയില്ല, രണ്ട് സൈഡും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ എടുത്തതാണ്. നമ്മളൊരു 4:30 4:45 ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു വഴി കൂടി ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കളമശ്ശേരിയിലുള്ള ഈ ഒരു പാർക്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ അടുത്താണ് വന്നതെന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം നല്ല തിരക്കുണ്ടെന്നൊക്കെ തോന്നിയിട്ടാണ്. ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സയാൻ ആദ്യം സ്ലൈഡൊക്കെ കാണുമ്പോഴത്തേക്കും കയറി, പക്ഷേ പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നായിരുന്നു കേട്ടോ. സ്ലൈഡിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും വേറെ റൈഡ് കാണും. അപ്പോൾ ഇറങ്ങിയിട്ട് അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പകുതിക്ക് വെച്ചിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അപ്പോഴത്തേക്കും വേറെ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ. ഇവിടെ പാർക്കിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോപ്പി റൈറ്റ് അടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്തത് കേട്ടോ. Ada. Nah, apa-apa berjualan. वाटर शो में गई जाता वहाँ का गई जा वहाँ का गई जा आलादा आलादा से लगे थोड़ा Ini apa tuh?
അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സയൻ സ്ലൈഡിലൊക്കെ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ്. പിന്നെ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ 7 മണിയാകുമ്പോൾ ഇവിടെ വാട്ടർ ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും അവർ മ്യൂസിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്തത്. പിന്നെന്താ, ഇതൊരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ആ ഒരു ഏരിയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം അത്രയും തിരക്ക് തോന്നിയത്. പിന്നെ നമ്മളിനി നേരെ പോകുന്നത് ഫ്ലാറ്റിലേക്കാണ്. അങ്ങനെ നമ്മളെ ഫ്ലാറ്റിൽ ക്രിസ്മസ് ട്രീയും ക്രിബൊക്കെ വെച്ചിട്ടുണ്ട്. സയൻ ആ ലൈറ്റൊക്കെ നോക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഫുഡ് പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നാളെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട് തൊടുപുഴയിൽ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ, അതായത് സൺഡേ രാവിലെ. അന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് തൊടുപുഴയിൽ. നമ്മുടെ ഫ്ലാറ്റിലുള്ള മമതയുടെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ തൊടുപുഴയിൽ. അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഒരു ഡാമിൽ വന്നതാണ് കേട്ടോ. മലങ്കര ഡാം എന്നാണ്. ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത് കേട്ടോ. ഹസ്ബൻഡും ശരിക്കും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കുണ്ട്. അപ്പോൾ കുറച്ച് നേരം പാർക്കിൽ സയന കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ KSRTC ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അകത്തേക്ക് കയറിയിട്ടാണ്. ഇവിടെയും പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അധികം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്തത്. നല്ല രസമില്ല ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പാർക്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു 3 മണി 3:15 ആ ഒരു ടൈമിലാണ് എത്തിയത് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടത് കാറ്റർപില്ലറാണ് കേട്ടോ. കാറ്റർപില്ലറിൻ്റെ ഉള്ളിൽ കൂടി കയറി പിന്നെ സ്ലൈഡിൽ കൂടി പുറത്തേക്ക് വരുന്നത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ആദ്യം അവിടെ പോയിട്ടാണ് കയറുന്നുണ്ടായിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. സ്ലൈഡൊക്കെ ചൂടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടും കുഴപ്പമില്ല കയറട്ടെ എന്നൊക്കെ പറഞ്ഞ് കയറണമായിരുന്നു.
അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഡാമാണ് കേട്ടോ. അപ്പോൾ ഡാമും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഡാമിലേക്കുള്ള എൻട്രി ഇടാ. അപ്പോൾ ഇവിടെയും കുറച്ച് തിരക്കുണ്ടെന്ന് തോന്നുന്നു. വേർത്ത് പിടിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. താങ്ക് യു.